നമസ്കാരം. ഒരു വരുമാന മാർഗം കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചില പ്രോബ്ലംസ് സാമ്പത്തികപരമായിട്ട് വരുന്നുണ്ടാവും. അതിന്റെ പ്രധാന കാരണങ്ങളൊന്ന്, എന്തെങ്കിലും ആ കുടുംബത്തിൽ കുടുംബനാഥനായിട്ടുള്ള വ്യക്തി, അദ്ദേഹം വരുമാനം കൊണ്ടുവരുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റോ അസുഖമോ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ സാധിക്കാത്ത കണ്ടീഷൻ വരികയും ഒപ്പം അധിക ചെലവ് വരികയും ചെയ്യും. ഇനി രണ്ടാമതൊന്ന്, ഇപ്പൊ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഉണ്ടായ രീതിയിലുള്ള സംഭവങ്ങൾ ആകസ്മികമായിട്ട് നമുക്ക് ഉണ്ടാകാവുന്ന വലിയ പ്രത്യാഘാതങ്ങൾ നമ്മുടെ കുടുംബത്തിന്റെ വരുമാന മാർഗത്തെ കംപ്ലീറ്റ് സ്റ്റോപ്പാക്കും, ജീവിതം പ്രതിസന്ധിയിലാവും. ഇനി മൂന്നാമതൊന്ന്, പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുന്ന ഒരു രീതി വന്നു. മറ്റൊരു ജോലി കണ്ടെത്തുന്നവരെ വരുമാന മാർഗം ഇല്ല, മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വരികയാണ്. ഇനി മറ്റേതെങ്കിലും കാരണവശാൽ വരുമാനത്തിന്, അതായത് സ്ട്രൈക്ക് മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയങ്ങളിലും ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നു. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ വരുമാന മാർഗങ്ങൾ കണ്ടെത്തണം. അങ്ങനെ അഡീഷണൽ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുമ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് മാത്രമായിട്ട് കിട്ടാത്ത രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ നമ്മൾ നിക്ഷേപങ്ങൾ നടത്താൻ തയ്യാറാവുക. നമ്മുടെ വരുമാനം ചെറുതോ വലുതോ എന്നുള്ളതല്ല, അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നിടത്താണ് നമ്മളുടെ വിജയം ഇരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായിട്ട് നിക്ഷേപിക്കുന്നവർക്ക് പലപ്പോഴും പ്രതിസന്ധികൾ വരാറുണ്ട്. അപ്പൊ അതില് ഇപ്പൊ ഞാൻ വയനാടിന്റെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ ഭൂമി വാങ്ങി ഭൂമിയിൽ കൃഷി ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ അവർ കിട്ടാവുന്ന അത്രയും എമൗണ്ടുകൾ സംരക്ഷിച്ചുകൊണ്ട് കൃഷിഭൂമികൾ വാങ്ങിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇതുപോലെ ഒരു വലിയ പ്രളയോ മറ്റുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ആ കൃഷിഭൂമി മൊത്തം നശിച്ചു പോയി എന്ന് മാത്രമല്ല, അവർക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ വഴികളും അടഞ്ഞ പോലെയായി. ഇനി ആദ്യം ഒന്നേന്ന് തുടങ്ങിയിട്ട് വേണം. അതേ സ്ഥാനത്ത് അദ്ദേഹം ഓരോ വ്യക്തികളും ചെയ്തിട്ടുള്ള പകുതി കൃഷിഭൂമിയിലേക്ക് മാറ്റിവെച്ചു, മറ്റു പകുതി മറ്റു പല ഭാഗങ്ങളിൽ നിക്ഷേപിക്കുന്ന രീതിയിലേക്കാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന സമയത്തും അവിടെ മറ്റൊരു വരുമാന മാർഗം അവരുടെ മുന്നിലുണ്ട്. അപ്പൊ അത് നമുക്ക് പല രീതികളിൽ ചെയ്യാം. ചിലര് ഗോൾഡിൽ നിക്ഷേപിക്കുന്ന കാണാം, ചിലർ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്ന കാണാം, ഷെയറിൽ നിക്ഷേപിക്കുന്ന കാണാം, അതുപോലെ തന്നെ ഇൻഷുറൻസിൽ നിക്ഷേപിക്കുന്ന വ്യക്തികളുണ്ട്, ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന വ്യക്തികളുണ്ട്, പോസ്റ്റ് ഓഫീസുകളിൽ നിക്ഷേപിക്കുന്ന വ്യക്തികളുണ്ട്, മറ്റു പല ബിസിനസ്സുകളിൽ നിക്ഷേപിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു മാർഗത്തിലൂടെ നമുക്ക് ആ നിക്ഷേപം നമുക്ക് വരുമാന മാർഗമാക്കി മാറ്റാം. അപ്പൊ നമ്മുടെ വരുമാനം എത്രയാണോ അതിൽ നിന്ന് ചെറിയൊരു ഭാഗം നീക്കി വെക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളിൽ കൂടെ നമ്മൾ നിക്ഷേപിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലുള്ള വലിയ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് നമ്മളെ ജീവിതം വഴിമുട്ടിപ്പോകും. മാത്രമല്ല, അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഉള്ള വരുമാനം കൂടെ ഇല്ലാതായി അവിടെ ചെലവുകൾ കൂടുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു നിക്ഷേപം എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ തന്നെ സാധിക്കാത്ത ഒരു കണ്ടീഷൻ വരും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ നിക്ഷേപങ്ങളെ വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ നിങ്ങൾക്ക് ഏറ്റവും ലളിതമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള നിക്ഷേപ മാർഗങ്ങൾ നമ്മൾ നോക്കുക. അപ്പൊ അവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോ നിക്ഷേപങ്ങളിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം നിക്ഷേപിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മുടെ മുന്നോട്ട് പോക്ക് തടസ്സപ്പെടുന്നതെന്ന് മാത്രമല്ല, അവിടെ നമുക്ക് ആ എവിടെയാണോ നിക്ഷേപിച്ച് അവർ പറയുന്നിടത്ത് നമുക്ക് നിന്നു കൊടുക്കേണ്ട സ്ഥിതിയും വരും. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളിലാണെങ്കിൽ ഒരു ഭാഗത്ത് നമുക്ക് അവിടെ കിട്ടുന്ന ബെനിഫിറ്റുകൾ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു മാർഗങ്ങൾ നോക്കി പോകാൻ പറ്റും. അപ്പൊ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ നിക്ഷേപങ്ങൾ വൈവിധ്യമാർന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി തയ്യാറാവും.